അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്നത് തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതി എന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞങ്ങൾക്ക് വല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാൻ എടോ ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം, വിക്രം സർ, നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയെന്ന് ഏറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ തുടങ്ങി. അത് പതിവ് കഴിക്കാത്തതിൻ്റെതാ. പറയുന്നത് ശ്രദ്ധിക്ക് വിക്രം. നാളെ നിങ്ങൾ ഈ നാട്ടിൻ പുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ സേതുരാമൻ, CBI എന്നാണ്. ഇരിക്കൂ. താങ്ക്സ് സർ. ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. മാത്രമല്ല 1-2 ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ? പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ട് ആ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞു. സാർ ആ ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? അതിനു മുൻപ് അവരെന്നെ തട്ടിയില്ലേ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. ഞാൻ എന്റെ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും. ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ, എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ. ഹോം ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പലതും നടക്കും. ആര് ചോദിക്കാനാ? മിസ്റ്റർ സേതു, ഐ വിൽ ഡു വൺ തിങ്. എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് ഓഫീസിലാണ്. ഞാനത് എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വർത്ത് എ റെഫറൻസ്. ശരി സർ, ഞാൻ ഗസ്റ്റ് ഹൗസിലെ താമസം. പറയട്ടെ. ഭാര്യ ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾ ആദ്യമായി വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും തരാഞ്ഞത്. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ സേതു സർ, എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയട്ടെ. ഐ വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ. യെസ്, ഇരിക്കൂ. താങ്ക് യു. DYSP സേതുരാമൻ സാർ നന്നായിച്ചതാ. KA ഔസേപ്പ്, ടെലിഫോൺ നമ്പർ 326 and 324. കിളിവാതുക്കൽ പ്ലാന്റേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ടെലിഫോൺ നമ്പർ 421. ജോയ് മാത്യു, ടെലിഫോൺ നമ്പർ 376. K നാരായണൻ 388. സണ്ണി ഔസേപ്പ് 342. ഈ നമ്പറുകളും പേരുകളും ഈ എക്സ്ചേഞ്ചിൽ തന്നെ ഉള്ളതല്ലേ? അതെ. 1987 ജൂണിൽ തുടങ്ങി നവംബർ വരെ ഈ നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്ക് കോളുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിപ്പോ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലേ? ഉണ്ട്. അതിന്റെ കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തരുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ സ്വല്പ സമയമെടുക്കും. അത് സാരമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ വെയിറ്റ്. ഓക്കെ. ആ റെക്കോർഡ് റൂമിന്റെ താക്കോലും കൊണ്ടുവരൂ. ശരി സർ. മിസ്റ്റർ ഹാരി എവിടെ താമസം? ഗസ്റ്റ് ഹൗസിലാ. ഔസേപ്പൻ കമ്പനി, കിളിവാതുക്കൽ പ്ലാന്റേഷൻസ്. എന്താ? മുതലാളിയെ ഒന്ന് കാണണം. മുതലാളി ഇവിടെ ഇല്ല. കഴിഞ്ഞല്ലോ, കണ്ടേ പറ്റത്തുള്ളൂ. ഞാനും കൂടി ഒന്ന് ഇരുന്നോട്ടെ. മനസ്സിലായില്ല. എന്റെ പേര് വിഷ്ണു നമ്പൂതിരി എന്നാ. മേമന ഇല്ലത്തൂന്നാ. അല്പ വടക്ക. BA വരെ പഠിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ ബാങ്കിലാണ് ജോലി. അതിന് ഞാനെന്ത് വേണം? ഞങ്ങളുടെ ബാങ്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന്
4 പേരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് വേണം. ഞാൻ അന്വേഷിച്ചപ്പോ KA ഔസേപ്പാൻ ഗ്രൂപ്പാണ് ഈ സ്ഥലത്തെ പ്രഗത്ഭന്മാരെന്നറിഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ബിസിനസ് ഞങ്ങൾക്ക് തരണം. അതിനെന്നെ കണ്ടിട്ട് എന്താ കാര്യം? മുതലാളിമാരെ കാണണം. കണ്ടു. അവര് പറഞ്ഞു അവർക്ക് ഒന്നും അറിയില്ല എന്ന്. അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത്. അത് ശരിയാ. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റി തരുന്നവരാണ് ഓറിയന്റൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും. കൂടാതെ ഔസേപ്പച്ചൻ ഓറിയന്റൽ ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ KA ഔസേപ്പാൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്? അപ്പോ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ഓറിയന്റൽ ബാങ്കിലാണല്ലേ? ഭൂരിഭാഗവും. പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർ ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ? ശരി ശരി. എന്നാലേ സാറിന്റെ ഒരു SB അക്കൗണ്ട് എങ്കിലും ഞങ്ങൾക്ക് തരണം കേട്ടോ. ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ആ, അത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് സാധിച്ചു. അത് കൊള്ളാം. അവർക്ക് സംശയം തോന്നിയില്ല സർ. അപ്പോ ഓറിയന്റൽ ബാങ്കിലാണ് അവരുടെ മെയിൻ അക്കൗണ്ട്സ് അല്ലേ? നാളെ നമുക്ക് അവിടെ വരെ പോവാം. കിട്ടിയാ? യെസ് സർ. ഇതിൽ നാരായണന്റെ നമ്പറിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ കോളുകൾ. അതെ സർ. അപ്പൊ ചാക്കോ പറഞ്ഞത് ശരിയാ. നമുക്ക് നാരായണ ഒന്ന് കണ്ടളേ. എന്താ? നാരായണൻ സാറില്ലേ? ഉണ്ട്. ടെലിഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങളാരാ? അനിരുദ്ധൻ, ബ്ലോക്ക് ഓഫീസിൽ നിന്ന്. അദ്ദേഹത്തെ ഒന്ന് കാണണം. സാറ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞേ. ചെല്ല്. ആ ഡോക്ടറോ? ഡോക്ടറിനെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേ. അയ്യോ ഡോക്ടറിനെ പേടിക്കുന്നേ. ധൈര്യമായിട്ടിരിക്കണം. ആ ഇവിടെ ഗസ്റ്റ് ഹൗസിലാ താമസം. ഒരു പട്ടരാ. സേതുരാമനോ വട്ടാവരാമനോ അങ്ങനെ തന്നെ പേര്. കൂടെ ആരൊക്കെയോ ഉണ്ട്. എന്ത്? പട്ടരിൽ പൊട്ടനില്ലെന്നോ? എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. ഇല്ല, ഇവിടെ വന്നില്ല. അവിടെയും ചെന്നില്ലെന്നാ ഔസേപ്പച്ചൻ പറഞ്ഞത്. ഓ, എന്ത് സംഭവിക്കാനാ? ഔസേപ്പച്ചന് കുറെ കാശ് കൂടെ ചെലവാകും. ഓ പിന്നെ CBIക്ക് എന്താ കാശ് കഴിക്കുവോ? ആ ശരി ശരി, എന്നാ വയ്ക്കട്ടെ. പിന്നെ കാണാം. ബ്ലോക്ക് ഓഫീസിൽ നിന്നാരോ കാണാൻ വന്നിട്ടുണ്ട്. ആ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ബ്ലോക്കിൽ ടീൻഡുടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. മേൽത്തരം വാഴത്തൈകളും വന്നിട്ടുണ്ട്. പട്ടാഭിരാമൻ സാറാണ് എന്റെ ചാർജ്. മിസ്റ്റർ പട്ടാഭിരാമൻ. പട്ടാഭിരാമനല്ല, സേതുരാമൻ. പട്ടര ബ്ലോക്ക് ഓഫീസിൽ നിന്നല്ല, CBI എന്നാ. ഇരിക്കൂ ഇരിക്കൂ. മിസ്റ്റർ നാരായണന് മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണല്ലേ? ഏയ്, ആര് പറഞ്ഞു? ഞാനൊരു പാവമാണ് സർ. ഒരിക്കൽ അസംബ്ലി ഇലക്ഷനിൽ തോറ്റു. അതാണ് എനിക്ക് രാഷ്ട്രീയവുമായി ആകെയുള്ള ബന്ധം. നിങ്ങൾ മന്ത്രിമാരെയും അവരുടെ PAമാരെയും മറ്റും പലപ്പോഴും അവർ താമസിക്കുന്ന വീടുകളിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും ഒക്കെ വിളിച്ചിട്ടില്ലേ? ആരാണ് സർ എന്നെ പറ്റി വേണ്ടാത്ത അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? എനിക്കൊരു മന്ത്രിയും പരിചയമില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. 388 നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലേ? അതെ. ഈ നമ്പറിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണത്. അതിൽ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പല ഗസ്റ്റ് ഹൗസുകളുടെയും ഫോൺ നമ്പറുകളാണ്. നിങ്ങൾ വിളിച്ച ദിവസങ്ങളിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നതായി ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. നീല മഷിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് മന്ത്രിയുടെയും മന്ത്രിയുടെ PAയുടെയും IG-യുടെയും ഒക്കെ തിരുവനന്തപുരത്തെ റെസിഡൻസ് നമ്പറുകളാണ്. ഇപ്പൊ എന്തു പറയുന്നു മിസ്റ്റർ നാരായണൻ? രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ല അല്ലേ? ജൂൺ 30 മുതൽ നവംബർ 30 വരെ ഈ നമ്പറിൽ നിന്നും ചെയ്തിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് അതിലുള്ളത്. ഔസേപ്പച്ചന്റെ മരുമകൾ ഓമനയുടെ മരണം ജൂൺ 29 തീയതിയായിരുന്നു. ഔസേപ്പച്ചൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ മരണം ആത്മഹത്യയായിട്ട് റെഫർ ചെയ്യപ്പെട്ടത്. ഇതിലൊന്നും ഒരർത്ഥവുമില്ലേ മിസ്റ്റർ നാരായണൻ? വാ. നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. ബി കെയർഫുൾ. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്? എന്നിട്ടിപ്പോ എന്തായി? എന്തായി? എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ കുഴപ്പം കൊണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? മന്ത്രിമാരെ പരിചയമില്ലെന്ന് താനും നിന്നോട് അവരോട് പറഞ്ഞത്. പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? ഒലക്കേടെ മൂട, ഇയാളൊരു മരമണ്ടനാ.
ഒരു പരിചയമില്ലാത്തവനും വെറുതെ ഒരു അന്തസ്സിന് വേണ്ടി പറയും 4 മന്ത്രിമാരെ പരിചയമുണ്ടെന്ന്. മന്ത്രിമാരെ കാണുന്നതും സംസാരിക്കുന്നതും തെറ്റാണെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. താനൊരു പൗരപ്രമാണിയാണ്, സമുദായ നേതാവാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മന്ത്രിമാരെ കാണും, സംസാരിക്കും. അതിന് CBIക്ക് എന്ത് കോപ്പാടോ? അതെ, അവർക്കെന്ത് കാര്യം? എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടായിരുന്നു. ചോദിച്ചില്ലല്ലോ. നാരായണൻ എവിടെ കുഴപ്പം പറ്റിയെന്നറിയാവോ? ആദ്യം അവര് ചോദിച്ചപ്പോ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. അവര് തെളിവ് കാണിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരവില്ലെന്നായി. അവര് നിങ്ങളെ ഭംഗിയായി കുരുക്കി. ആദ്യമേ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവർ വന്ന പാടെ അങ്ങ് പോകുമായിരുന്നു. അപ്പോഴേ അവരിനി നിങ്ങളെയും കാണാൻ വരും. പല തന്ത്രങ്ങളും ഉപയോഗിക്കും. വഴങ്ങരുത്. അവരിനി എപ്പോഴാണാവോ എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാനും 2 മാസത്തെ ലീവ് എടുത്താൽ എന്താന്ന് ആലോചിക്കുക. ഓറിയന്റൽ ബാങ്കും ഔസേപ്പച്ചന്റെ ഓഫീസും പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കാം. സർ, DYSP ദേവദാസ് ഇവിടെ മെയിൻ റോഡിനടുത്ത് 10 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വാങ്ങാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രോക്കർ എന്നോട് പറഞ്ഞ അത് അയാളുടെ പേരിലായിരിക്കാൻ സാധ്യതയില്ല. വി ഷാൽ ഷോ നെസസറി റെക്കോർഡ്സ്. താങ്ക് യു സർ. പ്ലീസ് വെയിറ്റ്. ചെക്ക് ഞാൻ വീണ്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കളക്ഷന് പോയിരിക്കുക. പാസ്സായി വരാൻ അല്പം സമയം എടുക്കും. വരട്ടെ, എന്നിട്ട് നോക്കാം. ആ ക്യാഷിലിരിക്കുന്ന പയ്യനില്ലേ, അത് കഴക്കൂട്ടം ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലനല്ലേ? ഏയ് അല്ല, അത് നമ്മുടെ മൊസൈക്ക് ദേവേന്ദ്രപ്പയ്യുടെ മകൻ രാമാനന്ദപ്പയ്യാണ്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, എവിടെയോ വെച്ച് കണ്ടുമരുന്ന മുഖം, അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു പാക്കറ്റ് സേർട്ട് വാങ്ങിച്ചു തരുമോ? അത് മാനേജരോട് ചോദിച്ചേ. ഹലോ, എന്നെ അന്വേഷിച്ചിരുന്നോ? ആരന്വേഷിച്ചു? ഞാൻ കഴക്കൂട്ടം ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലൻ. പണ്ട് അന്വേഷിച്ചിരുന്നു. എക്സ്ക്യൂസ് മീ. യെസ്. ഒരു 100 രൂപയുടെ ചേഞ്ച് തരുമോ? രാമാനന്ദ പയ്യെന്നല്ലേ പേര്? അതെ. ഫാദറിന്റെ മൊസൈക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇപ്പൊ സ്വല്പ ഡള്ളാണ്. ആ, എന്താ ഫാദറിനെ അറിയോ? പിന്നെ അറിയുമോ, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ. ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോഴും പറഞ്ഞു മകന് ബാങ്കിലാ ജോലി. കഴിഞ്ഞ മാസോ? അതെ. അയ്യോ, അച്ഛൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞല്ലോ. 4 വർഷോ? ഓ മൈ ഗോഡ്, സമയം പോയോ? ഓക്കെ, ഇന്ന് അളന്നിരിക്കുന്നു. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോഴാ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് ആർക്കറിയാം. ബൈ ദി മിസ്റ്റർ പൈ, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. എനി പ്രോബ്ലം വിത്ത് ഡീലിംഗ് ഓഫ് ഇറ്റ്? ഈ ലെഡ്ജർ ബുക്ക് ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകണമല്ലോ. അയ്യോ സാർ, ഇത് ഞങ്ങൾക്ക് ഡെയിലി യൂസിനുള്ളതാ. ആരും ഒരു കാര്യം ചെയ്യും. യെസ് സർ. യു ടേക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പർട്ടിക്കുലർ. ഓക്കെ സർ. ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ ബുക്കുകൾ കൂടുതൽ ഹാജരാക്കേണ്ടി വരും. ശരി സാർ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന വിവരം നിങ്ങൾ മാത്രമേ അറിയൂ. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് മീ. ശരി സാർ. താങ്ക് യു വെരി മച്ച്. ഹരി. മിസ്റ്റർ വിക്രം, now we will go to ഔസേപ്പച്ചൻസ് ഓഫീസ്. ഞാൻ വിക്രമല്ല സർ, വിഷ്ണു നമ്പൂതിരി. മേമനെ ഇല്ല. You go and get ready. Come on. നമസ്കാരം. വരണം വരണം. യു പ്ലീസ് കം. ഹൗ ഡു യു ഡു? എന്താ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ? ഇന്ന് തുടങ്ങും. ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പരിചയപ്പെടാമല്ലോ, വിത്ത് പ്ലഷർ. ഹലോ, I am Krishnan, Chief Accountant, K. Ausepan Group of Companies. I am K. Sethuramayar from CBI. Oh, Central Bank of India. No, Central Bureau of Investigation. ഇയാൾ പറഞ്ഞത് തഞ്ചാവൂർ ബാങ്ക് എന്നോ കുംഭകോണം ബാങ്ക് എന്നോ മറ്റോ ആണല്ലോ. കുംഭകോണം തഞ്ചാവൂരും ഒന്നും അല്ല. I am also from CBI, സബ് ഇൻസ്പെക്ടർ വിക്രമൻ. പിന്നെ മിസ്റ്റർ കൃഷ്ണൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ചില അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് എന്ത് പരിശോധിക്കണം. കാര്യത്തിനാ? അത് ബോധ്യപ്പെടുത്തണം. വേണ്ട. വിക്രം, പ്രൊസീഡ്. Yes sir. Sir, we have got a lot of problems from sale tax and income tax people. There was a raid last week. You know what happened? മിസ്റ്റർ കൃഷ്ണൻ, ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. അതാ കേൾക്കാൻ കുറച്ചുകൂടെ സുഖം. Yes sir, I am coming to Malayalam. മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങളുടെ 87-88 ലെഡ്ജർ ബുക്കും ക്യാഷ് ബുക്കും എടുക്കുക. അത് ആഡിറ്ററുടെ അടുത്ത് പോയിരിക്കുകയാണ് സാർ. നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ എടുപ്പിക്കണോ? വേണ്ട സാർ, ഞാൻ എടുക്കാം. ഐ വിൽ ടേക്ക്. എന്നുവെച്ചാല്
അതോട് സർ ചെക്ക് നമ്പർ 006848 ആ. ഒരു 30,000 രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും 10/7/87 ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ബുക്കി വരവ് വെച്ചിട്ടില്ല. സാർ അത് പിന്നെ യു നോട്ട് ദാറ്റ് ആൻഡ് സീസ് ദ ബുക്ക്. യെസ് സർ. എന്താ ഇവിടെ ആരാ ഇവരെല്ലാം? CBI-കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ ഇത്? മനസ്സിലായില്ലേ? ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസ് വന്നു, ഇപ്പൊ ദേ നിങ്ങളും. വീട്ടിലായാലും ഓഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ പക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിൽ മരണം നടന്നു, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്, ഇന്ന് രണ്ടിലൊന്നറിയണം. മിസ്റ്റർ ഔസേപ്പ്, ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ? യെസ് സർ. ഒന്ന് മാറിയുന്നേ. മൊത്തം 3,60,000 രൂപയുടെ ക്യാഷ് ഡ്രോയിങ്സ് ഇത് വരവ് വെച്ചിട്ടില്ല. ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോവാണ്. തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കമാ. സാർ, these people ഈ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടില്. അതിനു മുമ്പ് DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനയാ. നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്നറിയാം. ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുകാരിയെ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്ത് ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാ ഈ ദേവദാസ്.